ഇന്ന് നമുക്ക് അഫ്രിമേഷൻസിനെ പറ്റി ഒന്നുകൂടി മനസ്സിലാക്കാം. എന്താണ് അഫ്രിമേഷൻസ്? പലർക്കുമുള്ള ഡൗട്ടാണ്. എന്തിനാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്? അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് മാറ്റം വരുന്നത്? നമ്മുടെ അഫ്രിമേഷനെ പറ്റി തന്നെ നമുക്കൊരു പുസ്തകം തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? ജീവിത വിജയത്തിന്റെ രഹസ്യം എന്നാണ് ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയോ? അത് ശരിക്കും ഇത് മലയാളം അഫ്രിമേഷൻസിന്റെ പുസ്തകമാണ്. 108 അഫ്രിമേഷൻസ് ഉള്ള എല്ലാ മേഖലയിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട 108 അഫ്രിമേഷൻ അടങ്ങുന്ന പുസ്തകമാണ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും കൃത്യമായിട്ട് അഫ്രിമേഷൻ എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതി, എന്തിനാണ് അഫ്രിമേഷൻ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതൊക്കെ ന്യൂറോ സയന്റിഫിക്കൽ സയൻസ് അല്ലെങ്കിൽ സയന്റിഫിക്കൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിച്ചുകൊണ്ടാണുള്ള പഠന രൂപത്തിൽ തന്നെയാണ് ഏതൊക്കെ രീതിയിലാണ് മാറ്റം വരുന്നതെന്നൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതില് നമുക്ക് 5, 6, 7 അതായത് നമ്മുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് സാധാരണ പ്രാക്ടീസ് ചെയ്യേണ്ട അഫർമേഷൻ, ജീവിതത്തിൽ സമ്പത്തിന്റെ പ്രാധാന്യം അതിന്റെ അഫർമേഷനും, ആരോഗ്യത്തിന്റെ പ്രാധാന്യം അതിന്റെ അഫർമേഷനും, വിദ്യാഭ്യാസവും ജോലിയും അതിന്റെ പ്രാധാന്യം അതിന്റെ അഫർമേഷനും, ആത്മീയതയും പ്രാധാന്യം ജീവിത വിജയത്തിന്റെ ആധാരശിലകളായി മാറുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ വീണ്ടും നമ്മൾ ക്ലാസ്സിൽ ഇന്ന് ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് അഫർമേഷൻസ്. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ വരുന്നവരൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും പലർക്കും ആ ഒരു ഇമോഷൻസിലേക്ക് അവർ എത്തുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ മനസ്സിലാവുന്നു. എന്നിട്ടാണ് വീണ്ടും അഫർമേഷനെ പറ്റി ഒന്നുകൂടി പറഞ്ഞു തരാൻ വേണ്ടി ഇന്ന് തയ്യാറാവുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്. ഞാനിപ്പോൾ ക്ലാസ്സിന് വേണ്ടി എന്റെ സൂം സെഷന് വേണ്ടി എടുക്കുന്ന ക്ലാസ് ആണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പൊ നിങ്ങൾക്ക് പബ്ലിക്കിന് വേണ്ടി പറയുന്നത്, നിങ്ങൾ ചില പ്രാക്ടീസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായി സാധാരണക്കാരൻ മനസ്സിലാവുന്ന കാര്യത്തിൽ ഒന്ന് അഫർമേഷനെ പറ്റി പറഞ്ഞു പോകാം. അഫർമേഷന്റെ മലയാള വാക്ക് എന്ന് പറയുന്നത് സ്ഥിരീകരണങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് അർത്ഥം പറയും, സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ വിഷയം. അല്ലെങ്കിൽ നല്ല വാക്കുകൾ എന്ന് മറ്റു രീതിയിൽ പറയാം. അത് പോസിറ്റീവ് വാക്കുകൾ എന്നും അഫർമേഷനെ പറയും. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് ആദ്യം തന്നെ പറഞ്ഞു പോകാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം ഇതുപോലുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ ക്ലാസ് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കെല്ലാം സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇതിൽ വരുന്ന റീൽസും ടെസ്റ്റിമോണിയൽസ് കാണുമ്പോൾ അറിയാം. നമ്മളായിട്ട് പറയുന്നതല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണെന്ന് അറിയാം. ക്ലാസ്സിൽ വരുന്നവർക്കും അറിയാം. അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് സൂം സെഷൻ നമുക്ക് ആഴ്ചയിൽ 3-4 ദിവസമുള്ള ഫ്രീ സൂം സെക്ഷൻ ഉണ്ട്. മെമ്പർഷിപ്പ് ഫീസ് ആയിട്ടുള്ള ചെറിയ എമൗണ്ട് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ ക്ലാസ്സുകളെല്ലാം ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് വ്യത്യസ്തമായ ക്ലാസ്സുകളാണ് നടക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഇത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്നാൽ തരും. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് പ്രോഗ്രാംസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നെക്സ്റ്റ് വരാനുള്ളത് ഓഗസ്റ്റ് 17-ാം തീയതി 2025. കാരണം ഞാൻ എന്തുകൊണ്ട് ഡേറ്റ് പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ ആയിരിക്കും നിങ്ങൾ ഇത് കണ്ടുകൊള്ളുക. അതുകൊണ്ട് ഓഗസ്റ്റ് 17-ാം തീയതി കോഴിക്കോട് വെച്ച് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അന്നും ഇതിനെപ്പറ്റി തന്നെ കൃത്യമായി പറയുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അഫർമേഷനിലേക്ക് പോകാം. നേരെ അഫർമേഷനിലേക്ക് പോകാം. റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയോളൂ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമുക്ക് തുടങ്ങാം. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ജീവിതത്തിൽ വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തായി തീരാനോ ആഗ്രഹിക്കുന്നത്, അത് ഇതിനോടകം സംഭവിച്ചതുപോലെ സ്ഥിരീകരണങ്ങളാക്കി സ്വയം പറയുന്ന വാക്കുകളാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തായി തീരാനാണോ ആഗ്രഹിക്കുന്നത്, എന്ത് ലഭിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്, അത് ഇതിനോടകം സംഭവിച്ചതുപോലെ നമ്മൾ സ്വയം പറയുന്ന വാക്കുകളെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. സ്ഥിരീകരണങ്ങൾ, സംഭവിച്ചു കഴിഞ്ഞ അവസ്ഥയ്ക്കാണ് സ്ഥിരീകരണങ്ങൾ. അതായത് സംഭവിച്ചു കഴിഞ്ഞതിനെ അംഗീകരിക്കുന്നതിനെയാണ് സ്ഥിരീകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഭവം നടന്നതായിട്ട് നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെ പറയും? ഇത് ഉറക്കെ പറയാം, മനസ്സിൽ ആവർത്തിച്ച് പറയാം, നിങ്ങൾക്ക് എഴുതാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അതിനെ സ്ഥാപിച്ചെടുക്കണം. ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്ന്. നമുക്ക് യഥാർത്ഥം നമ്മൾ പറയുന്ന ഒരു വാക്ക് മാത്രം പറയാം, എനിക്ക് ഒരു സന്തോഷമില്ല കേട്ടോ. ഇത് നമ്മൾ പറയുന്ന വാക്കാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ സന്തോഷവാനാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്ന് ആഗ്രഹിക്കുന്ന ഒരാള്
അതായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുക? ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്നാണ് പറയുക. അപ്പോൾ എനിക്കിപ്പോ സന്തോഷമില്ല, എനിക്ക് ഒരു സന്തോഷമാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്ന് സ്ഥിരീകരിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് എനിക്ക് ധാരാളം, എനിക്ക് ഒരു കാശ് ഒട്ടുമില്ല എൻ്റെ കയ്യിൽ എന്ന് പറയുന്നത് ശരിക്കും അയാൾ ആഗ്രഹിക്കുന്ന എന്താണ്? പണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ അയാൾ പറയേണ്ട വാക്ക് എനിക്ക് ധാരാളം പണമുണ്ട് എന്നാണ്. തീരെ വയ്യ എന്നൊരാൾ പറയുമ്പോൾ അയാൾ എന്താ ആഗ്രഹിക്കുന്നത്? വയ്യായ്മ അല്ലല്ലോ അയാൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് വയ്യായ്മ മാറണം, എനിക്ക് ആരോഗ്യം വേണമെന്നല്ലേ അയാൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അയാൾ പറയേണ്ടത് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എന്ന്. ഇങ്ങനെയാണ് നമ്മൾ സ്വയം ഇതിനെ മാറ്റപ്പെടുത്തുന്നത്, സ്വയം മാറ്റി അംഗീകരിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിലെ നല്ല ചിന്തകൾ കൊണ്ട്, നമ്മുടെ മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കാനും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആ മോശം ചിന്തകളെ മാറ്റി നല്ല ചിന്തകൾ കൊണ്ടുവരാനുമാണ് ഇത് ചെയ്യുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കുക. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു വിത്ത് പാകുന്ന നിലം പോലെയാണ് എങ്കിൽ നമ്മൾ എന്ത് വിത്താണോ അവിടെ ഇടുന്നത് അതാണ് മുളക്കുകയും വളരുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന വിത്താണ് പ്രധാനം കഴിക്കുന്നത്. അതുപോലെ ആ പാകുന്ന നിലവും പ്രധാനമാണ്. നമ്മൾ നല്ല നിലത്ത് നല്ല വിത്തുകൾ വിതച്ചാൽ നല്ലത് കൊയ്യാൻ പറ്റും എന്ന് പറയുന്നത് പോലെ, എനിക്ക് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറയുന്നത്, ഞാൻ ഇന്നും തോറ്റുപോകും എന്നൊക്കെ പറയുന്നയാൾ എന്താ യഥാർത്ഥത്തിൽ വിതയ്ക്കുന്നത്? തോൽവി തന്നെയാണ്, അല്ലെ? ആ മനസ്സിന്റെ വിത്തുകളെ വളർന്ന് ചിന്തകൾ ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ച് തുടങ്ങുകയും അത് ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, മൈൻഡിന്റെ പ്രോഗ്രാംസ് മുഴുവൻ നടക്കുന്നത്. അപ്പൊ മനസ്സിലെ നല്ല ചിന്തകൾ ആകുന്ന വിത്തുകൾ മാത്രം നൽകുക, മണ്ണിൽ നല്ല ചിന്തകളാകുന്ന മനസ്സിൽ നല്ല വിത്തുകൾ, നല്ല ചിന്തകൾ മാത്രം നൽകിയാൽ നല്ലത് മാത്രം വളരാൻ സാധിക്കുമെന്നാണ് ഇതുകൊണ്ടുള്ള ഗുണം. അപ്പൊ എന്തിനാണ് അഫർമേഷൻ ഉപയോഗിക്കേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സാർ, ഇത് എന്തിനാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചോദ്യം വന്നത്. അത് ഇത്രയാണ്. ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിട്ട് 7ഓളം പോയിന്റുകളായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്തിനാണ് ഈ അഫർമേഷൻ ഉപയോഗിക്കുന്നത്. ഒന്നാമതായി, അഫർമേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതിന് പ്രഥമമായ കാര്യം മോശം ചിന്തകളെ മാറ്റാൻ, നമ്മൾക്കുണ്ടാവുന്ന മോശമായ ചിന്തകളെ മാറ്റാൻ. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കുറ്റവാളിയുണ്ട്. ആരാണ്? ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ള കുറ്റവാളി എന്ന് പറയുന്നത്. എനിക്കത് കഴിയില്ല, ഞാൻ മോശമാണ്, അല്ലെങ്കിൽ നീ മോശമാണ്, നിനക്ക് പേടിയാണ്, നിനക്കിത് കഴിയില്ല എന്ന് നമ്മളോട് പറയുന്ന ഒരു ക്രിമിനൽ നമ്മുടെ കൂടെയുണ്ട്. അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ ശബ്ദം, അവൻ പറയുന്ന ശബ്ദത്തെ, ഈ മോശം ശബ്ദത്തെ മാറ്റാൻ നമുക്ക് പറ്റണം. അതിനാണ് അഫർമേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല വാക്കുകൾ ഉപയോഗിച്ച്, നീ മോശമാണെന്ന വാക്കുകൾ, എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ് എനിക്കത് കഴിയും എന്ന് റീപ്ലേസ് ചെയ്യണം. നീ മോശമാണ് എന്ന് നമ്മളോട് മറ്റും പറയുമ്പോൾ പറയല്ല, യു ആർ എക്സലന്റ്, നീ അങ്ങൊന്നുമല്ല എന്ന് മാറ്റം നിരന്തരം പറയുമ്പോൾ അവൻ തോൽക്കുകയും നമ്മൾ വിജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അവൻ എന്ന് പറയുമ്പോൾ നമ്മളെ പറ്റിയാ പറഞ്ഞു, വേറെ ആരുമല്ല കേട്ടോ. അപ്പൊ നല്ല വാക്കുകൾ ആവർത്തിച്ച് പറയുമ്പോൾ ഈ മോശം ചിന്തകളുടെ ശക്തി കുറഞ്ഞു വരികയും അവസാനം അതില്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനസ്സിനെ നല്ലതാക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. നമ്മുടെ ഉപബോധ മനസ്സ്, നമ്മൾ അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന ആ മനസ്സിന്റെ ഭാഗത്തിനെയാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പല ശീലങ്ങളും വിശ്വാസങ്ങളും തീരുമാനിക്കുന്നതും പഴയ അനുഭവത്തിൽ നിന്നോ മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്നോ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ഉണ്ടാക്കിയിരിക്കുന്ന മോശം വിശ്വാസങ്ങളിൽ നിന്നാണ്. ഈ അഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉപബോധ മനസ്സിലേക്ക് നല്ല കാര്യങ്ങളെ പതിയെ എത്തിച്ചു കഴിയുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ അശുദ്ധി, അതിലുള്ള ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി ശുദ്ധമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ആത്മവിശ്വാസം കൂട്ടാനായിട്ട്. എന്താണ്? ഞാൻ മിടുക്കനാണ്, അല്ലെങ്കിൽ ഞാൻ മിടുക്കിയാണ്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ പതിയെ അത് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നുള്ള ആ വിശ്വാസം നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുകയും പിന്നീട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്.
നാലാമത്തെ കാര്യം, സമ്മർദ്ദവും പേടിയും കുറക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. എന്താണ്? നല്ല കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഭയങ്ങളും ഉത്കണ്ഠകളും സ്വാഭാവികമായി കുറയുന്നു അല്ലെ. അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും സമാധാനം നൽകാനും സഹായിക്കുന്നു എന്നുള്ളതാണ് തത്വം. അപ്പോൾ മനസ്സിൽ സമാധാനം ഉണ്ടാകുമ്പോൾ നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വേഗത്തിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിന്റെ സമാധാനം ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ഇതിലൂടെ ഉപയോഗിക്കാം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, ലക്ഷ്യങ്ങൾ ഉണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്താൻ സഹായിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോൾ അത് നമ്മളുടെ മനസ്സിന്റെ തലങ്ങളെ മാറ്റും. എനിക്കിതും നേടാൻ കഴിയും എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജം നമുക്കുണ്ടാക്കുന്നു എന്നുള്ള. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിന്താഗതികളെ പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കുന്നുള്ള. സ്ഥിരമായി അഫർമേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് നല്ല കാര്യങ്ങൾ മാത്രം കാണാനും വിലമതിക്കാനും പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് ശുഭാപ്തി വിശ്വാസമുള്ളതാക്കി മാറ്റുന്നു. ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെ ആകർഷിക്കാൻ വളരെ വളരെ പ്രധാനമാണ്. ഏഴാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം. നമ്മുടെ തലച്ചോറിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനനുസരിച്ച് മാറാനുമുള്ള കഴിവുണ്ട് എന്നറിയാമല്ലോ. ഇതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അഫർമേഷൻസ് ആവർത്തിക്കുമ്പോൾ തലച്ചോറിൽ പുതിയ നല്ല നല്ല ചിന്താരീതികൾ ഉണ്ടാവുകയും അത് നമ്മളെ കൂടുതൽ ഉയരത്തിലെത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ അഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ശക്തരാക്കാനും മനസ്സിലെ വിഷമങ്ങൾ മാറ്റാനും സഹായിക്കുന്ന ഒരു സൂത്രവിദ്യയാണ്. നമ്മുടെ ചിന്തകളും, വീണ്ടും ഒന്നുകൂടി പറയാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളുമായി യോജിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് മാത്രമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കുന്നതും വികാരപ്പെടുന്നതും ആ ആഗ്രഹവും എല്ലാം ഒന്നായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങളെ ആകർഷിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മനോഹരമായി മാറും എന്നുള്ളതാണ്. അഫർമേഷൻ സ്വയം ശാക്തീകരണത്തിനും മാനസികാരോഗ്യത്തിനും ഒരു ശക്തമായ ഉപകരണമാണ് എന്നറിയുക. നമ്മുടെ ആഗ്രഹങ്ങളെ ചിന്തകളുമാക്കി മാറ്റുകയും ചിന്തകളെ വികാരങ്ങളുമായി കണക്ട് ചെയ്യുകയും വികാരങ്ങളെ വിശ്വാസങ്ങളുമായി വിന്യസിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവഴി മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ആകർഷിക്കാനും നമ്മളെ കൂടുതൽ കൂടുതൽ കാന്തമാക്കി മാറ്റാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അഫർമേഷൻസ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോ ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള അഭിപ്രായം ചോദിക്കാം, ചോദ്യങ്ങൾ താഴെ ചോദിക്കാം, എന്ത് മനസ്സിലായി എന്ന് പറയാം. അതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് അഫർമേഷൻ സക്സസ് ആക്കാൻ പറ്റുക. കാരണം നിങ്ങൾ സൈലന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക തന്നെ വേണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം, താങ്ക് യു.